ഇതുകൂടി ഒരു വശത്തുണ്ടെങ്കിൽ നടക്കാനൊരു വില. ചെറിയ കുത്തി നടക്കാനെന്ന് ആശുപത്രിയും തരാന്ന് പറഞ്ഞതാ. ചുമ്മാ 2 ആഴ്ചത്തേക്ക് വെറുതെ കാശ് കളയാനെ കൊണ്ട്. എടാ അത് തന്നെയാ ചോദിക്കുന്നേ. 1 or 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെട്ടിക്കീറുമ്പോ നിനക്ക് തന്നെ വീണ്ടും മക്കളെ കൊണ്ടുപോയി വരാമല്ലോ. അതുവരെ സുഖസമയം ആരെങ്കിലും പിള്ളേരെ കൊണ്ട് ജീപ്പിൽ പോയി വരണം. അതിനായിട്ട് ഇപ്പൊ വീട് മാറണം. അത് മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം. എനിക്കിത്തിരി ഏലക്കാവ് കിട്ടിക്ക് തന്നേക്കെ. ചുക്ക് കാപ്പിയുടെ കൂടെ ഏലക്ക വേണം. ചുക്ക് കാപ്പിയാ എന്നാ വേണ്ട. കാശ് കിട്ടിയ കാര്യം. ഈ ചൈനയിലും ജപ്പാനിലും ഒക്കെ ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കൂട്ടുള്ള ചെറിയ ചെറിയ വീടുകളിലാണ്. അതവിടെ കുടിൽ വ്യവസായമാ. ഓ, അവര് വലിയ പഴത്തക്കാരും എഞ്ചിനീയർമാരും ഒന്നും അല്ലെന്നേ. നമ്മളെ പോലെ 3-4 ക്ലാസ്സും ഒക്കെ ഉള്ളൂ. അപ്പൊ നീ മണ്ണ് റബ്ബറും ഒക്കെ വിറ്റ് അങ്ങ് ചൈനയ്ക്ക് പോവാ. പിന്നെ റബ്ബറിന് 10 കാശ് വരെയുള്ളപ്പോ ഓരോ ദുർബുദ്ധി. എന്റെ ദിവാകരൻ ചേട്ടാ, ഈ റബ്ബറിന്റെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. കൂടി വന്നാ ഇക്കൊല്ലം കൂടെ. എന്തുവായി റബ്ബറിന് വില കൂടാൻ കാര്യമെന്നറിയാവോ? ചുമ്മാ പത്രത്തിലെ പടം മാത്രം നോക്കിയാ പോരാ. 2008 ഈ ചൈനയിൽ നടക്കുന്ന ഒളിമ്പിക്സിനുള്ള സാധന സാമഗ്രികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള റബ്ബറെല്ലാം കൂടെ അവരങ്ങ് വാങ്ങിച്ചു കൂട്ടുക. അത് കഴിഞ്ഞാൽ നമ്മളിതൊന്നും നോക്കുകയല്ല. റബ്ബറിന്റെ വില വന്നി 5-6 കാശ് കൈ കിട്ടുമ്പോ അതെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് അങ്ങ് തീർക്കും. മോനായി പറഞ്ഞ കറക്റ്റാ. കോട്ടയത്തെ സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ബാറിലും ഒക്കെ ഇപ്പൊ എന്നാ തിരക്കാ. ഏതായാലും 2 അക്ഷരം പഠിച്ചതുകൊണ്ട് ഇതിന്റെ മണ്ടയൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കുഗ്രാമത്തിൽ കിടക്കുന്നുണ്ട് ഒന്നും അറിയുന്നില്ല. TV കാണണം. ലോകത്ത് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ അപ്പപ്പോ അറിയല്ലേ മനുഷ്യര്. അതനുസരിച്ച് നമ്മൾ മാറണം. അപ്പൊ നീ മാറാൻ തന്നെ തീരുമാനിച്ചു? എന്നാലേ എന്റെ പഠിപ്പ് ശരിയാകത്തുള്ളൂ. വീടും പറമ്പൊക്കെ കുട്ടനെ ഏൽപ്പിച്ചുള്ളൂ. ഇടയ്ക്കൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ വന്ന് നോക്കാമല്ലോ. ഇനി അവരോട് ആരും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഒക്കെ അവർ നേരത്തെ തീരുമാനിച്ചിരിക്കുക. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. സ്വന്തം മണ്ണിനെയും പെണ്ണിനെയും നോക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അത് നാശത്തിനാ. പിന്നെ എല്ലാം ദൈവം തീരുമാനിക്കും പോലെ. എടേ സൂസമ്മോ, ഞാൻ ഇറങ്ങുക. പോട്ടേടാ, തയ്യൽ വരുന്നില്ലോടോ. എന്നാ പിന്നെ ശരി. എല്ലാം അടുക്കിപ്പെറുക്കി കാലത്ത് പോകണ്ടല്ലേ? ഞാനിങ്ങോട്ട് വരണോ? വല്ല സാധനം കൊടുക്കാനോ പറ്റോ? വേണ്ട, കുട്ടനോടും ചെറുക്കനോടും വരാൻ പറഞ്ഞു. രാത്രി തന്നെ എംബോക്കാരൻ വരും. കഴിയുന്നതും നേരത്തെ ഇറങ്ങാൻ നോക്കാം. സിറ്റി തിരക്കാവുന്നതിന് മുമ്പ് അങ്ങ് ചെന്നാ എന്നാ പിന്നെ എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരാം. ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ. നീ പീഡിയിലേക്കുണ്ടോ? ഇനിയിപ്പോ നാളെ വന്നാ പോരെ. നല്ല ഗ്രഹപ്പഴയാണല്ലോ ചായോ. ഇച്ചിരി കാശ് പോകുന്ന ഇടപാടാ. എന്നാ വണ്ടിയുടെ പേപ്പറൊക്കെ ഇല്ലയോ? പേപ്പറൊക്കെ ഉണ്ട്, എന്നാലും മറ്റേ പേപ്പർ ഒരെണ്ണം കൊടുക്കേണ്ടി വരും. KL6 3060 അല്ലേ? ഗാന്ധി തലവറിനെ എടുത്ത് കൈ വെച്ചോ. ഓ, എന്നാത്തിനാ? ചിലപ്പോ ആവശ്യം വരും. എന്നാ ചാച്ചാ? ചുമ്മാ അവന് വേറെ പണിയൊന്നുമില്ല. നീ പിള്ളേരെ വിളിച്ചോണത്ത്. സ്ഥലവെത്താറായി. ഗീതു, ഈ പശുവും കോഴിയൊക്കെ മലർങ്ങി എങ്ങോട്ടാ? നീ അയാളെ വിളി. ഉരുപ്പടി വല്ല ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല സാറേ. വീട് മാറി പോവാ സാറേ. എന്താടോ അധികം താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റേ? താനൊന്നും ഒടിഞ്ഞിരിക്കുവായിരുന്നേ. ഒരു 3 നാൾ പൊക്കത്തിൽ നിന്ന് താഴോട്ട് ചാടിയതാ. പട്ടാളത്തിലേ സാറിന് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇറങ്ങാം. സോറി, മിലിറ്ററി ആണല്ലേ? ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. സോറി ഫോർ ദ ട്രബിൾ. ഓ, ഓക്കെ. ചായോ, എന്നെ കീറിയേ? ഞാനും ഓർക്കുമായിരുന്നു എവിടുന്ന് പഠിച്ചിത്ര പെട്ടെന്ന് കള്ളം പറയാനൊക്കെ. സിറ്റി പൊറുതിക്കിറങ്ങിയതല്ലയോ, ഇതൊക്കെ ഇല്ലാതെ പറ്റുമോ? എന്നാലും കാക്കി കളർ കണ്ടാ പേടിച്ചിരുന്ന ആളാ. കാക്കിക്ക് ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ പേടിയാണെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോമൻപിള്ള പറയുന്ന പോലെ ഞാൻ ഒരു കളി കളിച്ചു നോക്കിയതാ. അവളും അതങ്ങ് സമ്മതിച്ചു. സിറ്റി കേറുമ്പോഴേ പിടിച്ചുപറിക്കാരെ പോലെ നിൽക്കല്ലേ ഓരോരുത്തന്മാര്. ഞാൻ ഏതായാലും പട്ടാളക്കാരാണെന്ന് പറഞ്ഞ് തടി തപ്പി. എന്നാ ഇവരുടെ അടുത്ത് ആ അഭ്യാസവും നടക്കത്തില്ല.
പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ സീരിയൽ കാണുന്ന സമിതി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കില്ലേന്ന്. നല്ല പെടപെടപ്പൻ സാധനമാടി. ആ ഫ്രിഡ്ജിലോട്ട് വെച്ചേരെ. ഇതെന്നാ ഇപ്പൊ തന്നെ വെട്ടിക്കൂട്ടണമെന്നൊരു നിർബന്ധം? പിടയ്ക്കുന്ന മീനിനെ എങ്ങനെയാടി ജീവനോട് ഐസി വെക്കുന്നേ? മൈസെൽഫ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ 3-4 വാക്കുകൾ പറയാനും എഴുതാനും ഇപ്പോൾ നിങ്ങൾ പ്രാപ്തരാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചേ. മൈ നെയിം ഈസ് മോനിച്ചൻ. ആ, അപ്പൊ ഈ ഡാഷിന്റെ സ്ഥാനത്ത് എല്ലാവരും അവരവരുടെ പേരാണ് എഴുതേണ്ടത്. ആ, അടുത്തത്. ഐ ആം ഡാഷ് ഇയർ ഓൾഡ്. അതെന്താ മോനിച്ച പ്രായം പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? അതല്ല പക്ഷേ, ഏത് ആണ്ടിലാണെന്നുള്ളതിന് നല്ല തിട്ടം പോരാ. കർക്കിടകത്തിലെ വാവിനുള്ളതാണെന്നാണ്. അടുത്തത്. മൈ വൈഫ്സ് നെയിം. മൈ വൈഫ്സ് നെയിം ഈസ് സൂസമ്മ. വി ഹാവ് 2 children. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ നന്മകളും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് മഹാത്മജി പറയുമായിരുന്നു. അങ്ങനെ താൽക്കാലികമായി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയൊക്കെ പരീക്ഷ ആരംഭിക്കാൻ പോവാം. നിങ്ങളുടെ പരീക്ഷ നടത്താനുള്ള പെർമിഷൻ കിട്ടിയാൽ ഉടൻ 4ാം ക്ലാസ്സിലെ സിലബസ് പഠിപ്പിച്ചു തുടങ്ങുന്നതായിരിക്കും. ഇവിടെ എന്തോ പറയാനുണ്ടല്ലോ. അപ്പച്ചൻ എന്തെങ്കിലും പറയാനില്ലാതിരിക്കില്ല. ഓ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. എന്നാ 10-40 കൊല്ലായിട്ട് എന്റെ പെമ്പർന്നോളും മക്കളും വിചാരിച്ചിട്ട് എന്റെ വീട് വലി നിർത്താൻ പറ്റിയിട്ടില്ല. മാഷ് അത് ഒപ്പിച്ചെടുത്തു. അപ്പൊ ശരി. മാഷേ, കുറച്ച് ദിവസമായിട്ട് മാഷിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ ബെല്ലടിച്ചത്. നമ്മളിവിടെ പഠിച്ചതും വെച്ചോണ്ട് പണി വല്ലതും കിട്ടുമോ മാഷേ? ചായ കൊണ്ട് നടക്കുന്നില്ലേ? പ്രീ ഡിഗ്രിക്കാരനാ, ഇവിടുത്തെ പിയൂണാ. പിന്നെ ഫുൾ സ്ലീവ് ചായ കുടിക്കുന്ന സാറില്ലേ, ഡബിൾ എം എ. രാവിലെ മുതൽ തൊണ്ടകരെ കിട്ടുന്നത് മാസം 3000 രൂപയാ. അതുകൊണ്ട് വേണം ഫുൾ സ്ലീവ് ഇട്ട് കണക്കാൻ. അല്ല, മോനിച്ചതിന് ഇപ്പൊ വേറൊരു ജോലി, നല്ല 1ാം തരം കൃഷി, വളരെ ചെറുത വരുമാനമുള്ള വട്ടിപ്പലിശ കിട്ടുന്നില്ലേ? ഓ, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല മാഷേ. കിട്ടിയ പൈസയിൽ ഒട്ടുമുക്കാലും ടിവിയും ഫ്രിഡ്ജും വാങ്ങിച്ചങ്ങ് തീർന്നു. പിന്നെ ഇച്ചിരി കാശ് പലിശക്ക് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ തിരിച്ച് കാര്യമായിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. അല്ല മാഷേ, ഈ കമ്പ്യൂട്ടർ പഠിച്ചതുകൊണ്ട്. കമ്പ്യൂട്ടർ പഠിക്കുന്നതൊക്കെ നല്ലതാ, വേണേ നമുക്ക് അക്ഷയ പോയി പഠിക്കുകയും ചെയ്യാം. പക്ഷേ മോനിച്ചന് പറ്റിയ പണി കൃഷി തന്നെയല്ലേ? അതെനിക്ക് അറിയാവുന്ന പണിയല്ലേ. എന്നാലും പെട്ടെന്ന് ഇനി അങ്ങോട്ട്. ഇതാ നമ്മുടെയൊക്കെ കുഴപ്പം. മാഷല്ലേ ഇന്നാൾ ഈ പറഞ്ഞു ഈ ചൈനയിലൊക്കെ കമ്പ്യൂട്ടർ കുടിലുകളിലാണ് ഉണ്ടാക്കുന്നതെന്ന്. ആ അതെ, ഈ ചൈനക്കാരും ജപ്പാൻകാരൊക്കെ നമ്മളൊക്കെ തീരെ പൊക്കം കുറഞ്ഞവരാ. അവർക്കറിയാം ലോകത്തിന് മുമ്പിൽ ഏറ്റവും ചെറിയവരവരാണെന്ന്. ആ തിരിച്ചറിവാണ് അവരെ വലിയവരാക്കുന്നത്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. ഇവിടെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ 5-6 അടി പൊക്കമുള്ളവരാണെന്നല്ലേ വിചാരം, അല്ലേ?